കാരണം ഞാനിങ്ങനെ ആലോചിക്കാണ് കേട്ടോ. വേസ്റ്റാറെ പോയാ വീണാ വീണേ വേസ്റ്റാറിന്റെ അദ്ദേഹം കേറൂ. കാരണം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം വരുന്ന ഓരോരുത്തർ വന്നാലും മഹാനവർകൾക്ക് അതിന്റെ ഒരു കൂലി ഉണ്ടാവുമല്ലോ. അതുപോലുള്ളൊരു കൂലി സ്വാലി സഖാഫി കരസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഹിദായത്തിലേക്ക് വന്ന ആളുകളാ. ഇതിലൊരു കൂട്ടായ്മ ഇപ്പൊ ഉണ്ട്, വമ്പിച്ച കൂട്ടായ്മ. പിന്നെ എങ്ങനെയാണ് പിന്നെ എന്തെല്ലാം സ്ഥിതി? ഇപ്പൊ നിങ്ങളെ വിസ ഒക്കെ അടിച്ചാ? ഞാൻ നാട്ടിൽ വന്നിരുന്നു. മാഷാല്ലോ. രഹസ്യമായിട്ടാ എന്റെ മുടിയുടെ ദാതാക്കൾ നിങ്ങളെ പൊക്കുന്ന പേടിയാ? ഞാൻ മുടിയുടെ ദാതാക്കളും സ്വീകർത്താക്കളും ആരും പൊക്കുന്ന. അല്ല നാട്ടിൽ കുറെ എന്നാ? ഇന്നലെ 1 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല വിസ എല്ലാം എന്ത് ചെയ്തിട്ട് അഭിപ്രായ? വിസ ഏതാണ്ട് ശരിയാവാൻ അതിനുവേണ്ടി പോയതായിരുന്നു. അല്ല നിങ്ങൾ പറഞ്ഞ വിസ ശരിയാവാതെ പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? അതായത് പോകാനുള്ളൊരു പിടിവള്ളി കിട്ടില്ല. ചെറിയ 3 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക ടെമ്പററി വിസ. അത് ശരി. അങ്ങനെ അത് പോയി വന്നു. അത് ശരി. എന്നിട്ട് 1 മാസം എന്നിട്ടുള്ളൂ? 1 മാസം എന്നല്ലോ. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ അപ്ലൈ ചെയ്യാനോ അതിനുള്ള പ്രോസസ്സിന് ടെക്സം എടുക്കുന്നില്ല. ബുദ്ധിമുട്ടും ഷെയ്ഖിനെ പോലും കാണാൻ പറ്റില്ല. ഷെയ്ഖിനെ നിങ്ങൾ കാണാത്തന്നതിന് അദ്ദേഹം വിളിച്ചിനാ? എന്നിട്ട് ഇല്ലല്ല, വിളിച്ചില്ല. ശരി. അപ്പൊ നാട്ടിൽ ആരും അറിയില്ല നിങ്ങൾ പോയവരോ? ഞാൻ 1-2 പേരോടൊക്കെ പറഞ്ഞു. അതായത് എനിക്ക് എന്റെ ഇടയ്ക്ക് എന്താ പറ്റിയത് ഞാൻ ആരോടും പറയില്ല എന്ന് കരുതിയാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നൊരു ആലിമ് വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? മർക്കസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മർക്കസിലേക്ക് വിളിച്ചു. മൂസ സഖാഫി ഉണ്ട്, അമേരിക്ക മൂസ സഖാഫി. അല്ല ഓസ്ട്രേലിയയിലുള്ള ഈ ആലിമ് നിങ്ങളെ കൂടെ വന്നയാ? അല്ല, അദ്ദേഹം പിന്നെ വന്നതാ. അദ്ദേഹം ബോംബെയിലോ അഹമ്മദാബാദിലൊക്കെ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാല് ഞാൻ കേരളത്തിലുണ്ട് നാട്ടുകാർക്ക് അങ്ങോട്ടും വന്നതാ. ബോംബെനെ കേൾക്കുമ്പോൾ പേടിയോ? സാലിനൊക്കെ ആവേശമായിരിക്കല്ലോ ബോംബെ കേൾക്കുമ്പോ. സാലി സഖാഫി ഇത് ആളെ മനസ്സിലായില്ലേ ഞാനാണ്? ശരിക്കും മനസ്സിലായില്ല. ഇപ്പൊ ഒന്ന് വയനാട്ടിൽ ചന്ദ്രനോട് ഉമർ സഖാഫി. ഓ നന്നായിട്ടറിയാം. കാരണോ ഇനി ആവശ്യമില്ലല്ലോ. കാരണം നമ്മളെ ഈ ഓരോ വിഷയത്തിന് ഓരോ ഷെയ്ഖന്മാരുണ്ടാവല്ലേ. നമ്മളെ ഈ വിഷയത്തിന് നിങ്ങളായിട്ട് അഭിമുഖം ഉണ്ടാക്കാൻ കാരണക്കാരനായ ഷെയ്ഖാണിത്. എല്ലാം നമ്മള് ചെറിയൊരു തിരിവ് നടത്തിയിട്ടാണ് ഇപ്പൊ ഈ വിഷയത്തിലെ കുത്തവും മർത്തവും ഒക്കെ അയച്ചില്ല. പിന്നെ തെക്കുമണിന്റെ വിഷയം പറഞ്ഞല്ലോ. കാലത്തൊരു PM തെക്കുമണിന്റെ വരുമോ? അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലറിയാം. ഒരാൾ വീണിട്ടുണ്ട്. സത്യം കിട്ടും. സഖാഫി അടുത്തുണ്ടോ? സാലി സഖാഫി ഇത് തെക്കുമലാന്ന് പറഞ്ഞൊരു ഒന്ന് ചെറിയൊരു മുക്കദ്ദിമ കൊടുക്കലല്ലായിരിക്കും. നല്ലതാ. ഭക്തർന്ന് പറയാം. സഖാഫിയാണ്. ഇതെല്ലാം എല്ലാരും ഉണ്ടല്ലോ. ഇത് നമ്മളെ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്ന 2ാമത്തെ മെമ്പർ കേട്ടോ. തുളൂസിന് പൊന്നാനിപ്പള്ളിയിൽ കൊണ്ടുപോകും. പൊന്നാനിപ്പള്ളിയിൽ നിന്ന് കത്തിവാര ന്യൂസിലൻഡ് നാളുണ്ട്. ന്യൂസിലാൻഡ് ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ പക്ഷെ ഞാനാകെ ഞെട്ടിയട്ടെ നിങ്ങൾ നാട്ടിൽ പോയി വന്ന് തൊട്ട്. എന്നിട്ട് ഇപ്പൊ എന്താ വിസിന്റെ എന്താ പ്രോസസ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ്.
പെർമനന്റ് തന്നെ അടിച്ചു കിട്ടൂലേ? പെർമനന്റ് കിട്ടൂല, ഏതായാലും ഒരു 2 വർഷത്തേക്ക് കിട്ടുമായിരിക്കും. തങ്ങൾ ഓസ്ട്രേലിയ പോയി അറിയില്ല നിങ്ങള്? തങ്ങള് അലീലങ്ങള് ഓസ്ട്രേലിയയിൽ അറിയില്ലേ? അതറിയാം. നാളെ നിങ്ങൾ കൈ പിടിച്ചിട്ട് അപ്പൊ ന്യൂസിലാൻഡിലേക്ക് ഒന്ന് വലിക്കണ്ടേ? വലിക്കാതെ ഷെയ്ഖുനെ ഇങ്ങോട്ട് വലിക്കുന്നതിന് മുമ്പ് തങ്ങളെ കൊണ്ടുവന്നാലോ ക്രമപ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയില്ലേ, നമുക്കൊരു ബോർഡ് ഓഫ് ഉണ്ട്, പെരുമാറ്റച്ചട്ടമുണ്ട്. അത് ജിഷാനെ പോലുള്ള ആർക്കറിയില്ല പറഞ്ഞത്. ഇതിന് നമ്മള് ബിരുദധാരി അല്ലെങ്കിലും ഈ ബിരുദധാരികളോടൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ക്രമപ്രശ്നങ്ങളൊന്നും അറിയില്ല, ആദ്യം നമുക്ക് അറിയുള്ളൂ. അല്ല മറ്റേ സക്കാഫിസ്ഥാനെ, ന്യൂസിലാൻഡ് സക്കാഫിസ്ഥാനെ നിങ്ങളെ നോക്കി മലയമ്മ നടക്കുന്നുണ്ടല്ലോ. മലയമ്മ എനിക്ക് എല്ലാവരും മിസ് കോൾ കൂടാൻ, ഞാനിപ്പോ മലയമ്മക്ക് വിളിക്കാറില്ല. കാരണം മൂപ്പരിപ്പോ നാട്ടിലെ അതീവ രഹസ്യമായിട്ട് നമ്മളെ ഇന്റലിജൻസ് ബ്യൂറോയെ പോലും കബളിപ്പിച്ചിട്ടാണ് നാട്ടിൽ പോയിട്ട് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞ ഷെർഫു, ഒരു ഭാഗത്ത് മുടിയുടെ ഭക്തന്മാര്, മറുഭാഗത്ത് മുടിയുടെ എതിരാളികൾ. ഇവര് 2 കൂട്ടരുടെ നിന്ന് മൂപ്പർക്ക് രക്ഷപ്പെടണം. എത്ര ദിവസം നിന്ന്? 1 മാസം. മാഷാ അല്ലാഹ്. നിങ്ങളൊരു മാസം നാട്ടിൽ നിന്നോ? 1 മാസം. പക്ഷെ വേലിയേറ്റൊക്കെ കഴിഞ്ഞിരുന്നല്ലോ. എന്നാലും മലയമ്മ ചിലപ്പോ ഇങ്ങനെ മറ്റേ വലയം വീശി ഇരിക്കുന്നുണ്ടാവുമല്ലോ ചിലപ്പോ. മലയമ്മയോട് പറഞ്ഞിരുന്നു. അതെയാ? മലയമ്മ വിളിച്ചു, പിന്നെ 1 പ്രാവശ്യം വിളിച്ച് സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കോഴിക്കോട് ചെല്ലുമ്പോ പിന്നെ പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾ പോവാത്താന്ന് കേട്ടോ, മലയമ്മേന്റെ അടുത്തൊക്കെ പോയാൽ അമ്പലക്കടവ് കുപ്പിയിലാക്കും. മലയമ്മയോട് എന്റെ പിന്നെ പെങ്ങളുടെ മകനാണ് സലാഹുദ്ദീൻ ഫൈസി. സലാഹുദ്ദീൻ ഫൈസി പറഞ്ഞതാ, അങ്ങനെ അവൻ നമ്പറൊക്കെ കൊടുത്തതാ. എന്തെങ്കിലും സംസാരിച്ച വിഷയമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, ഒന്നും സംസാരിച്ചില്ല. ഞാൻ കോഴിക്കോട് വരുമ്പോ വിളിക്കണം എന്ന് പറഞ്ഞു. വിളിക്കാമെന്നും പറഞ്ഞു. കോഴിക്കോട് ഞാൻ പോയിരുന്നു. ഒരു ദിവസം പോയിട്ട് കുടുംബസമേതം പോയി. അങ്ങനെ കാലിക്കറ്റ് ടവറിലൊക്കെ താമസിച്ച് പോന്നു. ആരും കണ്ടെന്നില്ല. കൈക്ക് ബുഹാരിയെ മാത്രം കണ്ടു. എന്നിട്ട് നേരത്തെ കംപ്ലീറ്റ് ചെയ്തില്ലേ ഈ ഓസ്ട്രേലിയയിലുള്ള ഷെയ്ഖ്? നിങ്ങൾ മർക്കസ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോവാന് പിന്നെ മൂസ സക്കാഫി ഏൽപ്പിച്ചു. അയാൾ താമസിക്കുന്ന അസ്മ ടവറിലായിരുന്നു. അദ്ദേഹം കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം പിന്നെ കുത്രാത്തീബിന്റെ ആളാ. കുത്രാത്തീബിന് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി കശ്മീരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ഇയാളെ കൊണ്ടുപോകാനും മൂസ സക്കാഫി ഇങ്ങനെ ഏൽപ്പിച്ചു. അതൊക്കെ അയാൾ ചെയ്തു. മറ്റേ ഇവിടുത്തെ മൂസ നമ്മളെ എന്താ അമേരിക്കയിൽ പോയി വന്നിട്ടുണ്ട്. പാലക്കാടുള്ള സിംഗപ്പൂരിന്റെ ആളല്ലേ? അതെ അതെ അതെ. ഇപ്പൊ കാശ്മീരി ഹോമിന്റെ മാനേജറോ മർക്കസിലെ ഇംഗ്ലീഷ് അധ്യാപകനൊക്കെയാണ് സുക്കാഫി. ഇപ്പൊ എന്താ അവിടുത്തെ കാലാവസ്ഥ എല്ലാം ന്യൂസിലാൻഡ്? നല്ല തണുപ്പാണ്. ദൈർഘ്യമേറിയ പകല. ദൈർഘ്യമേറിയ പകലാണ്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു താടിക്കാരനെ കണ്ടിട്ട് ഏതോ മുസ്ലിമാണ് ആദ്യം ഇറങ്ങുന്നൊക്കെ ഒരു സലാം പറഞ്ഞു. അതിന്റെ ഒരു നല്ല അച്ചായനാണ്. പടുപ്പുറക്കാരനൊരു അച്ചായനാണ്. അയാൾ ഇവിടെ വലിയ ഡോക്ടറാണ്. താടി വെച്ചാലാണെന്ന് ബെനിഫിറ്റ് കൂടുവോ? അല്ല, അത് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ ആ തെക്ക് ഏരിയയിലേ നമ്മളാളുടെ പോലെ വെറും താടി പഠിക്കുന്ന ടീം മാത്രമല്ല, അവിടെ എല്ലാ ടീമും ഉണ്ട്. കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ച് കൂടുന്ന താടി വെക്കുന്ന ടീമുണ്ട് അവിടെ. അതായിരിക്കും മിക്കവാറും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മള് ഷെറഫിന് ആദ്യം പരിചയപ്പെട്ടില്ലേനോ? ഇല്ല, ഇത് നമ്മളെ ഷെറഫുദ്ദീൻ പുളിങ്ങാല്, വയനാട്, ഫ്രം വയനാട്. ഇപ്പൊ ഉള്ളത് സൗദി അറേബ്യ, ജിദ്ദ, റിയാദ്. ഓക്കെ. ഉമർ സക്കാഫി എവിടെയല്ലോ? യുഎയിലോ? എന്തെങ്കിലും മൗനം എന്നോട് ഇപ്പൊ ഉമർ സക്കാഫി എവിടെയുണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ഓർമ്മ വരും. നിങ്ങളെന്ത് മൗനം?
എല്ലാരും കൂടി പറഞ്ഞല്ലോ. അല്ല നിങ്ങളെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട ആള്. അല്ല പിന്നെ ബുഖാരി ബുഖാരി ഇപ്പോഴും പിന്നെ മർക്കസിന്റെ അടുത്ത് കുടുംബസമയം താമസിക്കുന്ന മർക്കസിന് വേണ്ടി മർക്കസിന്റെ മീഡിയ സെല്ലിൽ തന്നെയാണുള്ളത്. നൊസ്റ്റാൾജി ആയിട്ട് അവിടെ തന്നെയാണ്. ജാഫർ സുന്നി വയസ്സിലുണ്ടല്ലോ അല്ലേ? ജാഫർ സുന്നി വയസ്സിലല്ലല്ലോ, ഇപ്പൊ കുസുമത്തിലുണ്ട്. സുഖത്തിലാണ്. കുസുമല്ലേ? കോഴിക്കോട്ടെ കറക്ക് കമ്പനികളെ പറ്റിയാ ചോദിക്കുന്നത് ഞാൻ. നല്ല ഇലങ്ങളെ തിരിഞ്ഞു ജാഫറിന് പറ്റിയ സംഭവം കുസുമം. എല്ലാ സ്വഭാവം. അപ്പൊ നിങ്ങൾ നാട്ടിൽ പോയി കാര്യമായിട്ട് ഷെയ്ഖുനമാരാരെയും കണ്ടിട്ടില്ല? ഞാന് കാര്യമായിട്ട് ആരെയും കണ്ടില്ല. കണ്ടത് ഇത്ര മാത്രം, ഈ കെ ബുഖാരി മാത്രമാണ് കണ്ടത്. പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള അവിടെ മോളൂർ എന്ന് വലിയ സ്ഥലമുണ്ട്. അവിടെ അവിടെ ഖലീൽ പിന്നെ എന്താ പറയാ മായത്തിന്റെ കീഴിലെ സ്ഥാപനമുണ്ട്, മസാലിഹുൽ ഇസ്ലാം. ഒരു ഇംഗ്ലീഷ് മീഡിയം ദാവാ കോളേജൊക്കെ ഉണ്ട്. അവിടെ ഒരു സലാത്ത് പിന്നെ മാസാന്ത സലാത്ത് ഉണ്ടായിരുന്നു. അതിന് ഖലീൽ തങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവര് വിളിച്ചിരുന്നു, അങ്ങോട്ട് പോയില്ല. പിന്നെ അതിന്റെ 1-2 അവിടെ സക്കാഫി ഉണ്ട്, ഇബ്രാഹിം സക്കാഫി മോളോ. ഇബ്രാഹിം മോളൂർ. ഇബ്രാഹിം മോളൂരിനെ കണ്ടിരുന്നു, +1 വെച്ച് കണ്ടതാ. അല്ലെ ഞാൻ കാര്യമായി ചോദിക്കാൻ പറ്റും, നിങ്ങളെല്ലാമായ മജീദ് മുസ്ലിയാരെ വിളിച്ചിരുന്ന? കണ്ടിട്ടില്ല, കാരണം മജീദ് മുസ്ലിയാരൊക്കെ തന്നെ ഏത് തല്ലിയ കൂട്ടത്തിലല്ലേ. നിങ്ങൾ അങ്ങനെ തള്ളൊന്നുമില്ലല്ലോ. നിങ്ങളിതൊരു പിന്നെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ തള്ളൊന്നും പ്രഖ്യാപനമല്ലേ. എന്നാലും പിന്നെ അങ്ങനെ ഷെയ്ഖുനാക്ക് കുറച്ച് തെറ്റിദ്ധാരണ കണ്ട നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും ഷമീർ സക്കാഫി പറഞ്ഞു. ഷമീർ സക്കാഫി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ PRD ഉണ്ടായിരുന്നതാണ്, മപ്രം എടവണ്ണപ്പാറ. നിങ്ങൾ പോയില്ലേ? നിങ്ങൾ പോയില്ലേ? എന്നിട്ട് പോയിട്ടില്ല, പോകാൻ ഞാൻ വലിയ തിരക്കിലായിരുന്നു. പിന്നെ എന്റെ മക്കള് വിടാതെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ അത് ഒരു പ്രാവശ്യം പോയത്. അന്ന് പോയപ്പോ ഇവരെ കൊണ്ടുപോയി, കുട്ടികളെ കൊണ്ടുപോയിട്ട്, വൈഫിയും കുട്ടികളെ കൊണ്ടുപോയി. പിന്നെ അവരെ കൂടെ കുറച്ച് കറങ്ങാനൊക്കെ പോയി. മറ്റേ മലമ്പുഴ ഉണ്ടല്ലോ, എന്താ പറയാ, ഫാന്റസി പാർക്കിലൊക്കെ പോയി. നമ്മുടെ പരിപാടികൾ റേഡിയോ ആയിട്ടുണ്ടോ? STV സുന്നി ഗ്ലോബൽ വോയിസ് ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ ലിങ്ക് അയച്ചു തന്നിരുന്നല്ലോ അന്ന്. ഞാന് പിന്നെ ചിലപ്പോ ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് സുന്നി ഗ്ലോബലും സുന്നി ഓൺലൈനും കേരള ഇസ്ലാമിക് ചാറ്റും ഒക്കെ കേൾക്കാറുണ്ട്. എല്ലാം മുടിമയ. അതില് ഇടയ്ക്കുള്ള ക്ലിപ്പുണ്ട് എന്നല്ല ഇത്. ഒരു ചവിട്ടമാണ് പറഞ്ഞൊന്നുകൂടി കേൾക്കാനായില്ല. അതുപോലെ ചില ക്ലിപ്പുകളൊക്കെ പറഞ്ഞാല് ഒരു പറയും, നിങ്ങൾ ഇതിൽ നിന്ന് അനുമാനിക്കണം. സത്യത്തില് വേസ്റ്റാർ എന്ന് പറഞ്ഞാൽ തിരിയണ്ട. നമ്മുടെ ഉമർ സക്കാഫിയുടെ അപര നാമധേയമാണ് വേസ്റ്റാർ. നമ്മുടെ ബൈലക്സിലുള്ള ഒരു ID പേരാണ്. അപ്പൊ നിക് നെയിമിലാണ് ഇപ്പൊ അറിയപ്പെടില്ല വേസ്റ്റാർ. കാരണം വെച്ചാല് ശരിയായ പേരിൽ പറഞ്ഞാല് ചിലപ്പോ തട്ടിപ്പോകും. പിന്നെ പ്രത്യേകിച്ച് കൊട്ടേഷൻ സംഘങ്ങളുടെ കാലാണല്ലോ. അപ്പോ സത്യത്തിൽ ശരിയായ പേരിലാകുമ്പോ പല ആളെ തെറ്റിദ്ധാരണ നീക്കേണ്ടി വരും, അവർക്കെല്ലാം വിശദീകരണം കൊടുക്കേണ്ടി വരും. അപ്പൊ ഷെർഫു ഷെർഫു ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും സ്വാലി സക്കാഫിക്ക് ഞാനൊരു പിന്നെ കരിമ്പൂച്ച പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. ജീവിച്ചിരിക്കുന്നതിനുള്ള ഏക സാക്ഷി ഇത്. ഏത് വിഷയ സംബന്ധമായിട്ട് പക്ഷേ ഞാന് മലയമ്മക്ക് കുറച്ചൊക്കെ ഗ്രിപ്പ് കിട്ടും. എന്തെന്നറിയാം, മറ്റുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കാതെ കേവലം ഈ ഒരു വിഷയം തന്നെ മാത്രം സംസാരിച്ചിട്ട് ഒതുക്കിയിരുന്നെങ്കിൽ
മൂപ്പരാകെ പറഞ്ഞു, അതിലെല്ലാം ഉണ്ടോ? അയാളാകെ ഇല്ലല്ല. അയാള് പണ്ട് മുതലേ സമസ്ത അന്ന് മുതലേ പിന്നെ തെറ്റിയത് അതേ തെറ്റാണ്, അത് അങ്ങനെ ഓരോ വിഷയങ്ങളും തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞു വന്നാൽ ജനങ്ങൾ വയ്ക്കൂല. അന്ന് ഇത്ര കാലങ്ങൾ എന്തിരിക്കേനി. പക്ഷെ രൂക്ഷമായിട്ടൊന്നും മലയമ്മൊന്നും പറയില്ല. മലയമ്മന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ ഞാൻ വിളിച്ചിരുന്നല്ലോ. അതിന് ചെറുപ്പുണ്ട് പറഞ്ഞ പത്രസമ്മേളനത്തിന് മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നെങ്കിലും ചോദിച്ചതിന് പത്രക്കാർ. അതും അത് എത്തിരുന്നാലും സമയമല്ലാതെ സക്കാഫ് വീട്ടിലത് ഇല്ലല്ല. അതിലാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെന്ന് സംഭവം. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വെച്ച് എല്ലാ മലയമ്മ സക്കാഫ് ഇങ്ങളെ എന്നോട് 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് നിങ്ങള് സാക്ഷിയാന്ന്. അപ്പൊ ഞാൻ അതും അങ്ങനെ തന്നെയാ. ഞാൻ ചോദിച്ചു എന്നാ നിങ്ങൾ ഉള്ള പോലെ പറയണ്ടേ, നിങ്ങൾ ഉള്ള പോലെ പറഞ്ഞിട്ട് നിങ്ങള് മേലെ എനിക്കൊരു മതിപ്പ് കൂടുമായിരുന്നു. നിങ്ങൾ ഉള്ള പോലെ പറഞ്ഞ പോരെ, നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞാ പോരെ, നിങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്തതിന്റെ നിങ്ങൾ പറയുന്നേ. നിങ്ങളതിൽ ഒരു പിന്നെ എന്താ പറയണ്ടേ, ഷാഹിദ് മാത്രമാണല്ലോ. ഷാഹിദ് എന്നും പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, അയാൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അയാള് കട്ടറിഞ്ഞതാണ്, കേട്ട ആള് മാത്രമാണ്. അയാള് കട്ടറിഞ്ഞതാണ്. കിട്ടിയ മുതലിന് അവരെന്താക്കി, അവർ വലിയ സംഭവമാക്കിയല്ലോ. അതല്ല, അത് ഫോട്ടോയുടെ ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കിട്ടിയ കളാക്കാൻ ചേളാരിക്കാർ നിങ്ങളെ വിളിക്കാത്ത വരവേര് വെക്കൂലെന്ന് വെച്ചിട്ടാ. ന്യൂസിലാൻഡ് വിളിച്ചാല് അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ പോക്കേണ്ട സമയം കഴിഞ്ഞിട്ട് അല്ല ഓല് വിട്ടുന്നൊന്നും കരുതണ്ട. ഓലേതായാലും അത് വിടൂല. അപ്പൊ തുർക്കി പോയിട്ട് എന്താ പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രസങ്ങൾ രസറിഞ്ഞ ഞാൻ ദുബൈയില് പിന്നെ ഉള്ളിലായ കഥ അടക്കം ന്യൂസിലാൻഡിൽ സാലി സക്കാഫി അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ എന്താ. അദ്ദേഹം ഇവിടെ നിങ്ങളുടെ സുഹൃത്ത് നസീർ അസ്ഹരി അവിടുന്ന് ദർജ ഉയർത്തപ്പെട്ടു. റഫഅനാഹു മക്കാനൻ അലിയ, അങ്ങ് വാനലോകത്തെത്തി. ജർഫയില്ലാവിനാമിനോ മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദർജാത്ത് എന്ന് പറഞ്ഞില്ല, ആ ദർജയിൽ ഇപ്പോഴുള്ള മൂപ്പരിപ്പോ ഷംസുലമ കാന്തപുര ഈശ്വർ എന്ന് പറഞ്ഞപ്പെട്ട. ഒരു മിനിറ്റ് നോക്കട്ടെ. മൂപ്പര് സത്യത്തില് നമ്മള് എന്താ പറയണ്ടേ, നമ്മൾ ഉള്ളില് ചെയ്തു തീർക്കാൻ വിചാരിച്ച സംഭവത്തിൽ മൂപ്പര് പുറത്തേക്ക് തുള്ളിപ്പോയി. ബാറ്ററി ചാർജ് അല്ല, എങ്ങനെയാലും ചുരുക്കത്തിൽ പള്ളി വരുമോ? അതിപ്പം ചാൻസ് ഉണ്ട്. പള്ളി വരും. അതിലൊക്കെ സംശയിക്കണ്ട. പക്ഷെ ചിലപ്പോ ഈ കണ്ടതും ഈ പറഞ്ഞതുപോലെ ഒന്നും ആയിക്കൊള്ളുന്നില്ല. പള്ളി വരും, വിപുലമായ പള്ളി വരും. അത് പ്രതീക്ഷിച്ചു. എത്ര മണിക്ക് കഴിയും? ഞാൻ ഫോൺ എടുക്കാറില്ല ക്ലാസ്, പക്ഷെ നിങ്ങളായതുകൊണ്ട് അത്യാവശ്യം പിന്നെ ഗൗരവപ്പെട്ടെന്താണെന്ന് വെച്ചിട്ടാണ് ഞാനൊരു 1 മണിക്കൂർ ബുദ്ധിമുട്ടിക്കണേ. ക്ലാസ് ബുദ്ധിമുട്ടിക്കണം. ഓക്കെ. എന്റെ വലിയ 2 ജ്യേഷ്ഠന്മാരും അല്ല, സിറാജ് മസി എന്റെ നേരെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള 2 ജ്യേഷ്ഠന്മാരും 2 പേരും മുൻഷിമാരാണ്. 2 പേരും ഭയങ്കര ലീഗറാണ്. ഇപ്പൊ 2ാമത്തെ ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു, നിന്റെ പേര് വല്ലാതെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ ഇതില്, നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ പോക്കിനാ അപ്പൊ ഞാനിപ്പോഴും കാന്തപുരം, ഇപ്പോഴും സക്കാഫിയും കാന്തപുരം വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. പിന്നെ എന്റെ പേര് കേൾക്കുന്ന ഞാനല്ല ഒരു ഉണ്ടാക്കിയത്, അങ്ങനെ എനിക്കതിൽ പങ്കൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു. അല്ല, മൂപ്പരറിയില്ലേ, നിങ്ങളെ ജ്യേഷ്ഠൻ അറിയില്ലേ വിവരങ്ങള്? വിഷയങ്ങളൊക്കെ നേരത്തെ പിന്നെ അന്ന് പിന്നെ ഈ എന്താ പറയാ സൗദിയായിട്ട് സംസാരിച്ചതിന് ശേഷം സാദി എന്നോട് ചോദിച്ചിരുന്നു. അത് ഇപ്പൊ സാദി പറഞ്ഞു എന്നുണ്ടോ? സാദി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. സാദി സിറാജ് ബേസിയോട് പറഞ്ഞതിന് ശേഷം അവർ എന്നോട് ചോദിച്ചു എന്താണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ്, ഏതാണെങ്കിലും നീ ഒന്നും പറയണ്ട, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട.
മൗനം വിദ്വാനം നന്നായ സമയത്ത് അവിടെ ഇല്ലാത്ത നന്നായതാണ്. പക്ഷെ ഷെയ്ഖുനെ വിളിച്ചു കഴിഞ്ഞില്ല നമ്മളെ കാലി സക്കാഫിനെ ന്യൂസിലാൻഡില്. ഷെയ്ഖുനായിട്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ പേരോട് വിളിക്കുന്നതാണ്. പേരോട് വിളിച്ചില്ല. പേരോടിന് പിന്നെ നിങ്ങളെ വിളിച്ചത് ജിഷാൻ ഭായ്. പേരോട് വിളിക്കേണ്ടിയില്ല, കാരണം മൂപ്പര സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തിനെ. പേരോട് സ്ഥാനം സംശയങ്ങളൊന്നും മുൾമനിയൊന്നുമില്ല. പിന്നെ മേശന്റെ അടിയിൽ ചോട വെച്ച സാധനങ്ങൾ മേലെടുത്ത് വെക്കുന്ന കുറച്ച് ആളുകൾ ഒന്നായിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ ദാതാവാരാ നിങ്ങളുടെ അഭിപ്രായത്തില്? അറിയില്ല അല്ലേ? ദാതാവാണോ സ്വീകർത്താവാണോ? സോറി, സ്വീകർത്താവ്, ദാതാവല്ല, സോറി. റിസീവർ ആരാണ്? അമ്പലക്കടവിന് 7. അമ്പലക്കടവിന് 7 കിട്ടിയില്ലേ? ഉസ്താദിന് 3. അപ്പൊ ആരാ? അമ്പലക്കടവ് നിങ്ങൾ അറിയാത്ത ഒരാളുണ്ട്. അതിലും ജിഷാനല്ലേ? എണ്ണ അറിയോ? ഒരു മുണ്ട് നിങ്ങളെന്റെ കോടിപതിയാണ്, മുടിയുടെ കോടിപതി. യഥാർത്ഥ കാർബണാണ് സാധു. അതല്ല വിഷയോ. ഞാൻ ഈ ഇതുമായിട്ട് ഈ പിന്നെ കൈ കിട്ടിട്ട് ഈ താലപ്പൊലിയായിട്ട് എങ്ങോട്ടാ പോകണ്ടേ? ചപ്പാട്ടൊക്കെയാണോ കുറ്റിയാടിയൊക്കെയാണോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിലവിളിച്ച് ഞാൻ നടന്ന അവസാനം കുറ്റിയാടി എത്തി. കുറ്റിയാടി എത്തിയപ്പം മറ്റേ ചെറിയ മൂപ്പർക്ക് തുറന്നു നോക്കാൻ വരെ കാണാനുള്ള ഭയങ്കര വൈക്ലപ്യം. അവസാനം ഒരാൾ ആ റൂമിൽ നുഴഞ്ഞു കയറിയിട്ട് പറഞ്ഞ് അതേ ഇത് താഴത്ത് വെക്കരുത്, മുകളിൽ വെക്കണം. അത് മൂപ്പർക്ക് അറിയാറാണ്, പേരും കൂടി പറഞ്ഞെടുത്ത. അയാളുടെ ധർമ്മം അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്താൻ എന്നറിയോ? അപ്പൊ അതെ, അതിനെന്ത് സംഭവിച്ചെന്ന് അറിയണ്ടോ സാറ്? എന്താ സംഭവിച്ചു പറയട്ടെ? കൈ കത്തിയിട്ടില്ല. കൈക്ക് പാളി പിടിച്ചാലോ നീ? ജിഷാൻ ഇത്ര ഫാസ്റ്റ് ആവുന്ന കരുതിയിട്ടില്ലല്ലോ. കുറച്ചെങ്കിലും എന്താ പറയാ. ഏതായാലും ഈ കോടി കണക്കിന് മുടി സൂക്ഷിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല പിന്നെ ഹൗസിലൂടെ പറഞ്ഞിടത്തേക്ക് കളവ് ചർച്ച ചെയ്ത് ജിഷാനോട് പറഞ്ഞു, ജിഷാനോ കളവ് 3 വിധം. ഇത് പറയാനാണ് പിന്നെ ആദ്യം പറഞ്ഞ പോലെ. ഇത് പറഞ്ഞാലൊന്ന് കാലത്തെന്നോട് ജിഷന് മോവിലുണ്ട് ഒരു മൗലവിന്റെ ബാറ്റി വായിച്ച് കുറച്ചേ കൂടെ എന്തൊക്കെയാ വിശേഷം എന്നെല്ലാം വെച്ചിട്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അടിച്ചു കൊടുത്ത് അൽ കവിബ് സലാഹ പാലഹു തെക്കും മലാണ് അടിച്ചു കൊടുത്ത്. അന്നേരം മുപ്പര് അൻ ജിഷാൻ അങ്ങനെ വിവാഹത്തന്നെ അടിച്ചു കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ ഒന്ന് ചിരിച്ചിട്ടോ. പിന്നെ എന്ന് പറഞ്ഞാ എല്ലാം നിങ്ങൾ അറിയുന്നു അല്ലേ? അതല്ല, അത് കഴിഞ്ഞ് ഉടനെ മൂപ്പർ എന്നോട് പറഞ്ഞു കുറച്ചു നേരം പിടിച്ചേക്കണല്ലോ. പിടിച്ചേക്കണെന്ന് കുറച്ചു കഴിഞ്ഞിട്ട് ജിഷാന് പിരാന്താണെന്ന് ഒരു സക്കാഫി പറഞ്ഞെങ്കിൽ നാട്ടിലുള്ള ആളല്ല എന്ന് പറഞ്ഞേ. വെറുതെ വെച്ച് ചൂടാക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞേ ആദ്യം മുഷിക്കുവാൻ റസൂലില്ല ഇന്നഹൂല മജ്നൂൻ. മൂപ്പര് പറഞ്ഞ ഉടനെ നിങ്ങൾ അവസാനമായ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളെ പോലെയുള്ള പാമ്പങ്ങമ്മികളായ സക്കാഫികളുടെ അവരോട് ചർച്ച ചെയ്തോ, അസൂരിയോട് ചർച്ച ചെയ്തോ, ജിഷാനോട് ഒരിക്കലും ചർച്ച ചെയ്യരുത്. ഇത് സ്വീകരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബൈ ബൈ നമ്മൾ പോക്കുപോരാ. എന്താ കാര്യത്തിൽ പേടി അറിയില്ല. ശരി.
ഞാൻ ഒന്നാമത്തെ അറിയാത്ത ഒരു പണ്ഡിത ധർമ്മമാണ്, അയാളുടെ ഒരു ധർമ്മമാണ് അയാളെ പറയുന്നത്. എന്റെ തെക്കുമല്ല അല്ലല്ല. അപ്പൊ അല്ലെന്താ ജിഷാൻ എന്താ പറയാ, ഒരു തെക്കുമല്ലെ സംബന്ധിച്ചിടത്തോളം തന്നെ നിങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ട് അറിവില്ല. ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയ മാസ്റ്ററൊന്നും അറിയില്ല. അല്ലേ? അപ്പൊ അതറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനോട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തിൽ ഫുഖാക്കൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഇത്, ആ ഒരു നിലപാടെ എന്ത് ചെയ്യുന്നുള്ളൂ അയാൾ സ്വീകരിക്കുന്നുള്ളൂ നമ്മൾ കണക്കാക്കണം. പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടല്ലേ, പിന്നെ എന്താ പറയണ്ടേ, ക്ലീൻ നമ്മള് അതിപ്പോ എന്താ ജിഷാനെ, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തില്ലേ, അതേപോലെ ആണിപ്പോ അതിനെ കുറിച്ച് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്താണ് നസീർ നമ്മൾ വിഷയം പറയുന്നത്. അല്ല ഞാന് സാർ ഏറ്റവും ക്ലീൻ ബോൾഡായി പോകുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാലേ, എടുക്ക് എന്തെങ്കിലും അസുഖം വന്ന ഉമ്മോടനെ പറയും, വെള്ളാടിയില്ലേ കുറച്ച് കുടിക്കുന്ന പറയും. ഞാൻ എന്താ എന്റെ ഉമ്മാനോട് പറയാ? സത്യത്തിൽ ഏറ്റവും വലിയ പ്രയാസം അതാ. എന്താ പറയണ്ടേ, കേരളത്തിന്റെ ഔദ്യോഗിക റൂം തന്നെ കളറിൽ വന്നല്ലോ. കളറിൽ വന്നു സാർ, ഒന്ന് വിജയിപ്പിച്ചു കൊടുക്കും സാർ. ഇപ്പോ ആള് കൂടുന്നില്ല, 50 കയറുന്നില്ലല്ലോ മേലോട്ട്. 50 മേലോട്ട് കയറുന്നില്ലല്ലോ. എല്ലാം പോയിട്ട് അവിടെ മൈക്കെടുത്താലോ വെറുതെ? വേണ്ട, നമ്മളിപ്പോ പോയിട്ട് നിങ്ങളായിട്ട് മൈക്കിട്ട അത് 50 അങ്ങനെ ഉണ്ടല്ലോ, 50 കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു. ഇല്ലല്ല, മറ്റേ ഇന്ന് പോലെ സംവാദം നടക്കുന്നുണ്ട് കേട്ടാ. ഏതാരുമായിട്ട്? ഇന്ന് പോലും മടവൂരികളായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം നടക്കട്ടെ. ഒരു ഏതെങ്കിലും ഒരു കോലത്തിലെ മാളികയിൽ പറഞ്ഞ പോലെ നമ്മള് ഒരു സൈഡിലെ നമുക്ക് കൈപിടിച്ച് പൊക്കാം. അല്ല പോയിട്ടില്ലല്ലോ മൂപ്പര്? ഇല്ല, ഇവിടുണ്ട്. അല്ല നിങ്ങൾ ഈ വിഷയ സംബന്ധമായിട്ട് ഇപ്പൊ പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ളവരും ആരും വിളിക്കലൊന്നുമില്ല? ഇല്ല, ഇപ്പൊ ആരും വിളിക്കാറില്ല. അതിന്റെ അലയലി കഴിഞ്ഞില്ലല്ലോ, തിരമാലയിൽ അടിഞ്ഞു കഴിഞ്ഞു. എവിടെ അലയോലികൾ ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, മൂപ്പരുമായി ബന്ധപ്പെട്ട അതിലും വലിയ പിന്നെ അതൊക്കെ പഴയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമാണല്ലേ, അവർക്ക് 18ാമത്തെ പ്രമാണം വരെ കിട്ടിയില്ലേ? അത് പിന്നെ അയ്യം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ കേട്ടോ സാറേ. മൂപ്പരെ പേര് ഞാൻ ഉദ്ധരിച്ചല്ലോ. ആരെ? സാൻസഖാഫിന്റെ. അപ്പൊ ഫസ്റ്റ് മറ്റേ നമ്മളെ മേശന്റെ ചുവട്ടിന്ന് എടുത്ത് വെച്ചാളുണ്ടല്ലോ, മൂപ്പര് എന്നോട് പറഞ്ഞ് വിദ്യങ്ങളോട് പറഞ്ഞേനാ? ഇല്ല, പറഞ്ഞില്ല. ഇത് സംഭവം ഒറിജിൻ ജീവിച്ചിരിക്കുന്ന വെച്ചോല്ലേ, ജീവിച്ചിരിക്കുന്ന സ്വാലി സഖാഫി എന്നോട് പറഞ്ഞേ. അപ്പൊ മൂപ്പര് പറയാ, ഒരു പക്ഷേ സ്വാലിഹി അത് കേട്ടതാണെങ്കിലോ? അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഉസ്താദ് കേട്ടത്? അല്ല, മജീദ് മുസ്ലിയാര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മജീദ് മുസ്ലിയാര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്വാലിഹി കേട്ടതാണെങ്കിലോ? അടുത്ത വ്യാഖ്യാനം. അതിപ്പോ മജീദ് മുസ്ലിയാര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ തന്നെ അതിൽ തെറ്റില്ല. കാരണം ആദ്യം ഉള്ളൊരു കോപ്പി രണ്ടാമത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ? സുബ്ഹാനല്ലാഹ്. അന്നേരം ഞാൻ പണ്ടൊരു ഉസ്താദ് പറഞ്ഞില്ലേ, നിങ്ങൾ എടുക്കില്ല ഉസ്താദെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. എന്നിട്ട് ഭാര്യനെ കാഴ്ച വെക്കുന്നവന് ആയത്തൂതി എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പറയാ? ഒരു രക്ഷയില്ല. ഒന്ന് വ്യാഖ്യാനങ്ങൾ കേട്ടില്ല നിങ്ങള്? ഇല്ല. അത് നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കളവ് 3 നേരം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല. ഇത് നിഷേധിക്കുന്ന ഇത് ഭക്തരുണ്ടല്ലോ, ഭക്തരായ ചില ആളുകൾ ഇപ്പൊ സനത് അത് ഇങ്ങനെ തട്ടി കൂട്ടി അത് സമ്മതിച്ചു കേട്ടോ. ഇപ്പൊ അതിന് പറഞ്ഞ കണ്ടെത്തിയ ന്യായങ്ങൾ എന്താണ്? സമൂഹത്തിൽ ഒരു കാര്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു കളവ് കൊണ്ട് ജനങ്ങളെ ഈമാൻ സ്ഥിരപ്പെടുത്തേണ്ടി വരും. ഒന്നത്. രണ്ടാമത്തെ ഈ പറഞ്ഞ തെക്കുമല എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, സാധാരണ പിന്നെ നാസിന്റെ കൂട്ടത്തിൽ പെട്ടല്ലോ, സഖാഫിയാണ്. തെക്കുമലിനോട് ചോദിച്ചു, മോപര ന്യായം ഒരുപാടുള്ളതിൽ ഒരു പക്ഷേ എ പി ഉസ്താദിന് മഞ്ചാടി പോയാ ന്യായമുണ്ട്. എ പി ഉസ്താദിന് ഒരുപാടുള്ളതിൽ ഒന്ന് കിട്ടിക്കൂടായികയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ,
AP ഉസ്താദിനാകെ മൊത്തം കിട്ടിയത് 3-1-4. 4-1 ആയിക്കൂടായില്ലല്ലോ എന്നാണല്ലോ ഇപ്പൊ ചോദ്യം. 4 മനസ്സിലായില്ലേ? 4 ഇങ്ങനത്തെ ഒരു പക്ഷെ പല ആളെ കാരണം 3 ഒന്ന് നമ്മളെ ഇയാൾക്ക് കൊടുത്തില്ല ഹാഷിമിക്ക് അയവ കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ 18-ൽ 1 എന്തുകൊണ്ടായിക്കൂടാ? 18 AP ഉസ്താദിന് 4 കിട്ടിക്കില്ല, നമുക്ക് 18 കിട്ടിക്കില്ല, അതിലെന്തുകൊണ്ടൊന്നും ആയിക്കൂടാ? അതിന്റെ മറുപടി നിങ്ങൾ AP ഉസ്താദ് അല്ലാത്തത് തന്നെ. നിങ്ങൾ AP ഉസ്താദ് അല്ലാത്തത് തന്നെ, നിങ്ങൾ ജിഷാനല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇങ്ങനെ മറ്റൊരു സാധ്യത കൂടെ എനിക്ക് ഞാൻ കാണുന്നു. അത് പറഞ്ഞോളി. വ്യാജമായൊരു മുടി ഇഖ്ബാൽ കൊടുത്ത് ശൈഖുന സ്വീകരിക്കുടനെ അത് റസൂലുള്ളാഹിയുടേതായി മാറി. ഏത് പണ്ട് ആ കൈ പരക്കത്തുണ്ട്. പണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റേ സുർക്കന്റെ വിഷയമാതിരി അല്ലേ? അതെ അതെ, അത് നല്ലൊരു സാധ്യത കേട്ടോ. അത് പകരയോട് സ്വപ്നം കാണാൻ വേണ്ടി പറഞ്ഞ മതിയാ കാര്യം. അല്ല ചെറുപ്പം വിളിച്ചിക്കാം, ആളെ വിളിച്ചത് ബിസിയാണ്. നിങ്ങൾ പരമാവധി പെട്ടെന്ന് വിളിക്കുക, അല്ലെ ഒരു സ്വപ്നം കൂടി കൂടും. പകരെ വിളിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ വേണ്ടി പറയും. മറ്റേ KPC സാഹിബിനെ കണ്ടിട്ടാണ് അക്കീമോ അല്ല ഹക്കീമിന്റെ ഇന്ന് പുതിയൊരു വ്യാഖ്യാനം കേട്ടു നിങ്ങള്? ഇന്ന് ഏതോ ഒരു പള്ളി ഉദ്ഘാടനമുണ്ട്. അപ്പൊ അറബികളൊക്കെ ഉണ്ടാണ്, കാവനൂരം കണ്ടാൽ. അപ്പൊ പറയാണ് മലയാളം ഇവിടെ ഉള്ള ഇതൊക്കെ മലയാളികളാണ്. മലയാളം മലോ ആലം എന്നുള്ളതാണ്. അത് ഇവിടെ വേറെ ആൾക്കാർ പറഞ്ഞ കേൾക്കുന്നുണ്ട്. പിന്നെ മാലായോലം, അത് കുറച്ചുകൂടി നന്ന്. അവിടെ ഒരു അറബി ഒരു ചങ്ങായി ഒരു ഇറാഖുണ്ട്, മലയാളം മാലായോലം ഒരാൾക്ക് പറയാൻ കഴിയാത്ത സാധനമാണ്. ഇത് മലയാളം വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പൊട്ടീസാക്കിയിട്ട് എന്താ ഇയാളൊക്കെ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കും? ഒരു ചങ്ങായി എന്നോട് പറഞ്ഞു ഹക്കീമിന് ബാൽത്താക്കറിന്റെ സ്വഭാവമുണ്ട്. എന്താ വെച്ച് സ്ഥലപ്പേര് മാറ്റല് എന്നോട് പറഞ്ഞു ചക്കപ്പൂനൊരിപ്പം മദീനത്ത് 100. ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങള്? രൂക്ഷമായ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങള്? കേറില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാലേ, ഇതാണ് നമ്മുടെ ദാതാവ് ഇക്ബാൽ. പക്ഷെ അതില് ആ പോയതിൽ ഏറ്റവും അങ്ങനെ ഉണ്ടല്ലോ ഫ്ലാഷ് ആയിട്ട് കണ്ണിൽ മാഞ്ഞു പോകാത്തൊരു രംഗമുണ്ടായിരുന്നു സഖാഫി. നമ്മുടെ അസീരി ഉണ്ട്, അസീരിയും ബാക്കോബിയാണ് ഒന്നായിട്ടുള്ള മറ്റു 2 കക്ഷികൾ. ആള് പെട്ടി തുറന്നപ്പോ, പെട്ടിയല്ല ഒരു ചെറിയ മഗ് തുറന്നപ്പോ ഇവരിങ്ങും ഇത് തുടങ്ങിയിട്ടേ മൗരി അസീരിന്ന് ചെല്ലുന്ന പുറത്തേട്ടിട്ട് വരുന്നു പിടിച്ചു പിടിച്ചു വീഡിയോ. പിന്നെ താളം തെറ്റിയേ. ഒരു മിനിറ്റ്
ഒരു മിനിറ്റ് ആളെ തെറ്റിയത് കുഞ്ഞെ. ഒരു മിനിറ്റ് മൂപ്പര് सलाम वालेकुम जी, क्या हाल है? बाबा जी है? ഫാമിലി പ്രശ്നം ഉണ്ടെന്ന് പറയാം. मैं सऊदी से बोल रहा हूँ. आप कैसे हैं? बाबा जी हैं? हेलो മോനെ बाबा जी है? हाँ अच्छा अच्छा अच्छा, कब आएगा? अच्छा 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 अच्छा, ओके, कल मिलेगा ना? तो हाँ हाँ, मैं एक आदमी को, मेरे भाई का उधर भेजता है, इसलिए मैं फोन कर कंफर्म करने के लिए किया. ओके ओके, मैं कल करेंगे इंशाल्लाह. ओके, अस्सलाम वालेकुम. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും നമുക്ക് വേണം സഖാഫി. ഇത് ഏറ്റവും രസം എന്താന്നാ, നമ്മളെ നൗഷാദ് ഒരു ബോംബെ പോയി എന്നിട്ട് പല വിഷയങ്ങളും പ്രസംഗിച്ചു. അതിലാകെ 100% ശരിയുള്ള ഒരു കാര്യം പ്രസംഗിച്ച് എന്താണെന്ന് അറിയാം നിങ്ങൾ? രസാറിയോ? അറിയില്ല. മഹാനായ ജാലിയൻവാല 30 വർഷം ഉറങ്ങിയിട്ടില്ല. ശരിയാണ് കേട്ടോ. ഇയാളപ്പോ കച്ചവടം രാത്രിയാണ്, മാരി 3 ദിവസം കച്ചവടം, പിന്നെ ഇങ്ങനെ ഉറങ്ങുക. പകല് നിങ്ങള് പിന്നെ നിങ്ങൾക്ക് നമ്പർ തരാം. വെള്ളിയാഴ്ച ഉച്ചക്ക് ബോംബെയിലെ 1:30 മണിക്കാണ് ജുമ. നിങ്ങൾ വിളിച്ചു നോക്കിയ അയാളുടെ ഇല്ലേ? വീട്ടിലുണ്ടോ? നല്ല ഉറക്കാം. വീട്ടിലുണ്ട് മാത്രം. ആ ചെറുഫുയാ നിങ്ങളെ വേങ്ങാടുള്ള മറ്റേ കാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ നരസനെ? മറ്റേ ഷാൽ ഖാദിരിയൽ ചിസ്തിയ, അയാൾ വേടിയല്ലോ. അയാൾ വേടിയിട്ട് കുറച്ചായി. ഉപ്പാപ്പ ഉറൂസ്. അപ്പൊ ഉപ്പാപ്പാന്റെ ഉറൂസ് ഞാൻ വടകര പോയ ഉറൂസ് ഇറങ്ങിയതല്ല, ഉപ്പാപ്പ ഉറൂസ് ഞാൻ ചോദിച്ചു. അപ്പൊ സംഭവം പല ഉറൂസും കണ്ടു തന്നറ. അപ്പോ പിന്നെ ഇയാള് വഴിയായപ്പോ ഇയാളെ ഫുള്ള് സ്പോൺസർഷിപ്പ് ചെയ്തത് നമ്മളൊരു അയൽവാസിയായിരുന്നു. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലുള്ള ഒരു വലിയൊരു പൈസക്കാരനാണ്. ആളറിയാം. മാഷാഅല്ലാ. എന്ന് അയാള് അതെ അതെ. അപ്പൊ ഈ കാക്ക വടിയാരോ ഇയാളാണിപ്പം അതിന്റെ ഇത്. അപ്പൊ ഇന്ന് നേരത്തെ വീട്ടിൽ വിളിച്ചപ്പോ ഉപ്പ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മുടെ ഇയാള് പിന്നെ എനിക്ക് ബാംഗ്ലൂർ വില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലായി ബാംഗ്ലൂർ വില്ല എന്ന് പറയാ. അയാളെ മോലെയാ കല്യാണം ഉണ്ട്. എനിക്ക് കത്ത് വെച്ചെന്നിട്ടാ, അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി ചിസ്തിയ. ഇപ്പൊ അടുത്താണ് ഖാദിരിയ ചിസ്തിയ എന്നുള്ള പേരിന് ബാലത്തെ കൂടിയ. എന്തെല്ലാം പറയുന്നത്, മനുഷ്യന്മാർ ഓരോ കോലത്തിലായി പോയി. ചെറുപ്പ് വിട്ടു വെച്ചോണ്ട് തുടങ്ങിട്ടെ ഉഷാരെ. നിങ്ങള് പിന്നെ ഒരു ദിവസത്തെ ഷെഡ്യൂൾഡ് എങ്ങനെയാണ് സാധാരണ? ന്യൂസിലൻഡ് സ്റ്റഡിയുടെ ആഫ്റ്റർ സുബ്. ഞാൻ ആഫ്റ്റർ സുബ് ഇറങ്ങാറുണ്ട് ഈ തണുപ്പ് കാലത്ത്. ഉറങ്ങുന്നത് വലിയ സുഖമുള്ള കാര്യമല്ലേ. പിന്നെ അല്ല നിങ്ങളെ ദിനചര്യകള് സ്റ്റാർട്ടപ്പാണ് പുറത്ത് 10 മണിക്ക്. 10 മണിയാണോ? ഗവൺമെന്റ് ഓഫീസൊക്കെ ഏറെക്കുറെ പകുതി സമയമാവും ആ സമയത്ത്. അല്ല, ഇവിടെ 7 മണിക്ക് തന്നെ തുടങ്ങും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ ജോലിയൊക്കെ 6 മണിക്ക് 7 മണിക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ അധികം സുബഹിസ്കരിച്ച് പോകുന്നവരാ. നമ്മളെ നാട്ടിൽ 10, 10:30, അതായത് 9 മണി ഒരിക്കലോ. ഞായറാഴ്ചകളിൽ കട തുറക്കാനും കടകൾ തുറക്കാൻ 10 മണിയാവും. അത്രേ ഉള്ളൂ, ഞായറാഴ്ചകളിൽ മാത്രം. അല്ല നിങ്ങളിപ്പോ കാര്യമായിട്ട് ട്യൂഷൻ തന്നെയാ? അത്രേ ഉള്ളൂ. അതൊക്കെ വൈകുന്നേരങ്ങളാണ്, രാവിലെ ഒന്നും. മലയാളി ഫാമിലി ഇറങ്ങണ്ടാ? ഇല്ലല്ല. അപ്പൊ നിങ്ങള് അവലംബം ഏതാണ്? നമ്മുടെ നാട്ടിലെ കിതാബുകളാ?
കിതാബൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. ജസ്റ്റ് ഖുർആൻ മാത്രമായിരിക്കും അല്ലെ? ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നിസ്കരിക്കാനോ ഉള്ളെടുക്കാനൊക്കെ ശരിയാ, അത്രയൊക്കെ പഠിക്കാനേ കുട്ടികളെ കിട്ടുള്ളൂ. പോയി കഴിയുമ്പോഴേക്കും അവര് പറന്നു പോകും. അതിൽ കൂടുതൽ താങ്ങൂല അല്ലെ? ഖുർആൻ ഖത്തം ചെയ്യുന്ന തന്നെ മേരാ ബേട്ട ദോ ഖത്തം കിയാ ഹേ അല്ല അത്ര മതിയെന്നുള്ളതാണ്. അല്ല പള്ളികളിൽ ഇപ്പൊ പരിപാടികളൊന്നും ഉണ്ടാവില്ല, സ്പീച്ച് അതൊക്കെ ഉണ്ടാവും. പരിപാടികൾ എന്നാൽ പിന്നെ ഒരുപാട് മൗലീദ്, റാത്തീബ്, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല ഇന്നത്തെ ഒരു സാധനം നമുക്ക് ഇയാളോട് വായിക്കൊണ്ടിരിക്കൂടെ? ആരുടെന്ന്? ഏത്? നമ്മളെ ഹസീന്റെ അടുത്തുനിന്ന് ഇവിടെ ഉണ്ട്. അവിടെ ബോംബെക്കാരനെ ഒരാളാണ്, ഇക്ബാലിന്റേതാണോന്നറിയില്ല. ഇവിടെ ബോംബെക്കാരനായ അയാളൊരു നല്ല മനുഷ്യനാണ്, ഇർഫാൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. അയാള് പറയുന്നത് അയാളുടെ വാപ്പ കാര്യമായ ഒരാളായിരുന്നു. വാപ്പാന്റെ ദർഗയൊക്കെ ഉണ്ട് ഇത്ര പന്തല്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അല്ല ഇനി പറഞ്ഞ അവലംബിച്ച് നോക്കിയാ പോരെ? ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ ഉള്ളതിന്റെ മേൽ എന്ത് ചെയ്യാണ്? വെള്ളപൂശാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതായിരിക്കും. ഒന്നില്ലാത്തടത്തിൽ ചിലപ്പോ ഒന്നും പൊട്ടി നോക്കാൻ ചാൻസ് വളരെ കുറവാണ്. അല്ല പിന്നെ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു ലന്നുമായിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ആളുകൾ. ഞാൻ യു പിയിലുള്ള ഒരാളോട് പറഞ്ഞില്ലേ, तीन किधर है एक मस्जिद में, हमारा उधर बहुत है, हमारा उधर बहुत है. മറ്റേ ഇയാളെ പരിചയപ്പെട്ടില്ല നമ്മളെ ബഷീർ വാക്കവിന? ഇല്ല, हमारा मोहल्ले में भी है, दूसरा ठिकानों पे 4-5 है. ബഷീർ വാക്കവി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോംബെയിൽ അസീറിനെ എന്നീ വഴി കാണിച്ചെന്ന് കൊണ്ടുപോയതാ. ശക്തമായി നമ്മള് അവിടെ പോയതിനെ എതിർത്ത ആളാണ് തുടക്കത്തില്. അതിന്റെ ശേഷമാണ് മുമ്പ് കലിമ ചൊല്ലി തിരിച്ചു വന്നേ. അപ്പം അതിന്റെ ശേഷം നമ്മള് തിരിച്ചു വന്നതിന്റെ ശേഷം ആടെ ഒരു ദിവസം നോക്കുമ്പോ തൊട്ടടുത്തുള്ള വീട്ടിൽ വരുന്ന 3 കിലോമീറ്റർ ക്യൂ പോലെ ജനങ്ങള്. ചോദിച്ചപ്പോ പറഞ്ഞല്ലോ ഉദർ ഹേ ഷഹർ മുബാറക് ഹേ ഹേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങള് ഭയങ്കര ഉന്തുന്തള്ളു പോലെ. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 9-9 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഇയാളും ലൈനിൽ നിന്ന് കേറി മുക്കുറി ഉണ്ടെന്നോ നന്നായിട്ട്. അങ്ങനെ കേറി പിന്നെ വലിയ സ്വർണത്തിന്റെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട് പോലെ വീട്ടുകാര്. ഇവിടെ മലയാളികളൊന്നല്ലല്ലോ, അങ്ങനെ മൂപ്പര് ടോർച്ചടിച്ച് നോക്കിയല്ലോ. ടോർച്ചടിച്ച് നോക്കിയവരുണ്ട് പോലെ സ്വർണത്തിന്റെ പാത്രത്തിനേക്കാളും നീളത്തിലുള്ള പുറത്ത്. അത്തരം അതാണ് ഊതുന്നേ. ആരൊരാൾ ഊതുണ്ടല്ലേ തീകടാനാ. എന്നിട്ട് അപ്പൊ ഇയാൾ ചോദിച്ചോലോ, इसको पर्चा ही दिखाते, ये क्या है, ये झूठ है बोले. ഒരുകാരം പറയാലോ എക്കോ സൗണ്ട് അല്ലോ, അതൊരുന്ന വരുന്ന എക്കോ സൗണ്ട് ഉണ്ടല്ലോ. ഓ झूठेന്ന് പറഞ്ഞേ. ഒരുകാരം പറഞ്ഞ പോലെ हमको मालूम नहीं है, दूसरा आदमी बोला ये है, ज्यादा हमको मालूम नहीं है. ഇവിടെ ഈ ഇർഫാന്റെ കയ്യിലുള്ളതിനും മുള പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അതേപോലെ അല്ല നിങ്ങൾക്ക് അവിടെ നേരിട്ട് നോക്കൂടെ നിങ്ങള്? എന്തിന്? അല്ല ജസ്റ്റ് കാണാൻ പോയിക്കൂടെ? ഇനിയിപ്പോ മൂപ്പര് അല്ല ഒരു കാര്യമുണ്ട്, മുളവട്ടലുണ്ടല്ലോ അത് ഇതാക്കിയിട്ടില്ല നമ്മൾ അതിനൊക്കെ ഞാൻ ഒന്നാമത് ചർച്ചന്റെ വലിയ താല്പര്യം. മുളവട്ടൽ ഇപ്പൊ പറഞ്ഞാൽ സാധാരണക്കാരെ മുടിക്കും മുളവട്ടലുണ്ട്. സാധാരണക്കാരായ ആളെ മുടിക്ക് എന്തെങ്കിലുണ്ടെന്നറിയോ? മുളവട്ടലിന്. ഞാൻ എന്റെ ഉമ്മാന്റെ തലയിലെ മുടി തന്നെ പലപ്പോഴും എന്ത് കണ്ടിട്ടുണ്ടെന്നറിയോ? കെതലുകൾ പൊട്ടി കണ്ടിട്ടുണ്ട്. ഒരു മുടി വന്ന തലപ്പില്ല, തലപ്പ് തലയില്ലേ അതിന്റെ അത് രണ്ടായി ചേരുന്നതാണ്. രണ്ടോ മൂന്നോ ആഴ്ച ഇങ്ങനെ ഇതായി വരുന്നത്. അതിൽ പൊട്ടാന്ന് മലയാളത്തിൽ ഇങ്ങനെ പറയാൻ വേണ്ടി ഇപ്പം നമുക്ക് ഓർവാകുന്നില്ല.
അങ്ങനെ സംഭവമുണ്ട്. സാധാരണക്കാരൻ മുടിക്കുന്ന എന്തുണ്ടാവില്ല സംഭവിക്കും. ഞാൻ ഉമ്മാന്റെ മുടിക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓക്കെ. ഞങ്ങൾ ഹസരജി അടുത്ത പ്രസംഗം ശ്രദ്ധിച്ചാൽ അത് പിരിഞ്ഞതിന് ശേഷം ഉണ്ടാവുണ്ടാവും. ഏത് പ്രസംഗം തന്നെ മറുപടി പ്രസംഗം. എല്ലാവരും ആകാംക്ഷയുടെ മുൾമനയിൽ നിൽക്കുക. മൂപ്പര് പിന്നെ തറക്കല്ലിടലിന്റെ അന്ന് മൂപ്പര് വന്നിരുന്നു. ഇതിന് മൂപ്പര് പ്രസംഗം നടത്തി. നെറ്റിലൊക്കെ കാണാൻ അവൈലബിൾ ആണ്. അത് കേട്ടിട്ടില്ല. അത് പിന്നെ പുള്ളിക്കൂടെ ഇപ്പോഴത്തെ പ്രസംഗം. അപ്പൊ ന്യൂസിലാൻഡ് ഗവൺമെന്റ് പ്രസംഗം അടിച്ചു തരാൻ സമയക്കും. അരെ അതെല്ലാം വേസ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് പിന്നെ ആർന്ന് എഴുതി കൊടുത്ത പ്രസംഗാന്ന് അന്ന് മൂപ്പര് പ്രസംഗിച്ച ജനുവരി 30 ഹബീബ് തറക്കല്ലിടൽ കർമ്മത്തിന്. തറക്കല്ല് പിന്നെ കാരണം മൂപ്പര് ഷാവുലുള്ള അതിന്റെ ഒക്കെ ചരിത്രം മറ്റൊരു പ്രസംഗം അടിച്ചില്ല. നിങ്ങൾ സഖാഫി വിവര വിളിച്ചില്ല ചൊല്ലിക്കൊണ്ട? ഇല്ലല്ല. എന്തിന് തെറ്റിദ്ധാരണ കൂട്ടാന്നല്ല എന്ത് കാര്യമല്ല. ഈ വിഷയം സംസാരിക്കണ്ടല്ലോ നിങ്ങൾ. അതായത് നിങ്ങൾ പുറത്തു പോയില്ല എന്നുള്ളൊരു സൂചന കൊടുക്കൽ ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അല്ല വിളിച്ചിട്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒരിക്കൽ ബേജാറാവുള്ളൂ. മറ്റുള്ള വിഷയം എന്തെല്ലാം ഉസ്താദ് സോദനല്ലേ എന്ന് ചോദിക്കുന്നതിനെ തെറ്റ് കുഴപ്പമൊന്നുമില്ല. ഞാനെന്താ വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിദേശ ജ്വരമുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിളിക്കാത്തത്. വേറൊന്നുമില്ല. പഠനം പറയും ഒരു വിസക്കല്ലേ. അപ്പൊ അത് ഇങ്ങോട്ട് വരുന്നപ്പോ എല്ലാവർക്കും ആഗ്രഹമുള്ള സ്ഥലമല്ലേ ന്യൂസിലാൻഡ്.